ഒടുവിലത്തെ ഭാഗം ഭഗവാന്റെ അവതാര ചരിത്രം പറഞ്ഞ് അതിൻ്റെ പരമാവധി അവിടുത്തെ സ്വധാമത്തിലേക്കുള്ള തിരിച്ച് എഴുന്നള്ളത്ത് വരെയുള്ള കാര്യങ്ങൾ 2 ശ്ലോകം കൊണ്ട് വിവരിച്ചു. ഇത് കേട്ട് പരിഭ്രമചിത്തനായി പരീക്ഷിത്ത് പറഞ്ഞു, ഇവിടുന്ന് ഈ ലോകത്തിലുള്ള അനവധി രാജാക്കന്മാരുടെയും അനവധി വംശങ്ങളുടെയും കഥകൾ വിസ്തരിച്ച് പറയണ്ടായി. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ചരിത്രം കേവലം 2 ശ്ലോകം കൊണ്ട് മാത്രം പറഞ്ഞത് ഒട്ടും മതിയായില്ല. അതുകൊണ്ട് വിസ്തരിച്ച് കേൾക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ സാധാരണ ഒരു അവതാരം അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ്, അതായത് പരിപൂർണ ബ്രഹ്മം തന്നെയാണ്. സത്ത് ചിത്ത് ആനന്ദം എന്ന ആ പരിപൂർണ ബ്രഹ്മം നാമരൂപങ്ങളോട് കൂടി ചേർന്ന് ഒരു സഗുണ ബ്രഹ്മമായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ഈ സഗുണ ബ്രഹ്മത്തിൻ്റെ കഥയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ എന്ന് പറയുന്നത്. ആ സഗുണ ബ്രഹ്മം അവതരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലീലകൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും മോഹിപ്പിച്ചു. കണ്ടിട്ട് മതിയായിട്ടില്ല ഇതുവരെ ആർക്കും എന്നൊക്കെ ഇതിൻ്റെ മുമ്പത്തെ അധ്യായത്തിൽ ഒടുവിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥകൾ ഒന്ന് വിസ്തരിച്ച് കേൾക്കാൻ സ്വാഭാവികമായിട്ട് തോന്നുന്നല്ലേ എന്നാണ്. അതുകൊണ്ട് പിന്നീട് ഈ ഭഗവാന്റെ കഥകൾ പാടുന്നത് ആരാണ്? നിവൃത്തതരിഷൈരുപഗീയമാനാൽ, നിവൃത്തതരിഷന്മാരായിട്ടുള്ള മഹാസന്യാസിമാർ, പരമഹംസന്മാരാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ പാടുന്ന പ്രധാനികൾ. എന്താ കാരണം? പരമഹംസന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളിലും വൈരാഗ്യം വന്ന് ഭഗവാനെ മാത്രം ആനന്ദിക്കാൻ, ആനന്ദസ്വരൂപനായ ഭഗവാനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഹൃദയപത്മത്തിൽ ആ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നിർവൃതിയോടുകൂടിയിരിക്കുന്ന പരമഹംസന്മാരാണ് ഈ ശ്രീകൃഷ്ണ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ ആ കഥകൾ, ലീലകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് തെളിവ് അവിടുന്ന് തന്നെ പറയാം. ഇത് പറഞ്ഞു കൊടുക്കുന്ന ശ്രീസുഖബ്രഹ്മർഷി തന്നെ പരമഹംസനാണ്. ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മാനന്ദാനുഭൂതി സ്വാനുഭവത്തിൽ ഉണ്ടായ അദ്ദേഹം ഈ ഭാഗവതം കഥ കേട്ടതോടുകൂടി, അച്ഛനിൽ നിന്ന് ഉപദേശം വാങ്ങിയതോടുകൂടി ആ ബ്രഹ്മാനന്ദാനുഭൂതിയെ പോലും വെടിഞ്ഞ് ഭഗവാന്റെ ഈ ഭജനാനന്ദത്തിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് ഇതന്നെ ആ ജോലി. ശ്രീമദ് ഭാഗവതം പാടി ജനങ്ങളെ ആ മുക്തിയിലേക്ക് നയിക്കുക എന്നതാണ് അദ്ദേഹം കൂടി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ സദസ്സിൽ എഴുന്നള്ളി കാരുണ്യത്തോടു കൂടി ഈ കഥ മരണവക്തത്തിലിരിക്കുന്ന എന്നെ പാടി കേൾപ്പിച്ച് എന്നെ മുക്തനാക്കാൻ അവിടുത്തെ കാരുണ്യമുണ്ടായത് ആ ഭഗവാനിലുള്ള പ്രേമം കൊണ്ടല്ലേ. അതുകൊണ്ട് എനിക്കും അത് വിസ്തരിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാം. പിന്നെ ഭവൗഷധാൽ, ഇത് ഭവൗഷധമാണ്. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം. ഈ സംസാരം അനുഭവിക്കുന്ന ആളുകൾക്ക്, ഈ സംസാരമാകുന്ന ഈ രോഗം അനുഭവിക്കുന്ന ആൾക്ക് ഒരു ഔഷധമാണിത്. ഭഗവാന്റെ കഥ ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്ന് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കൈപ്പുള്ളതാണെന്നോ വിചാരിക്കേണ്ട, അല്ല. ശ്രോത്രമനോഭിരാമാൽ, ശ്രോത്രങ്ങൾക്ക്, ചെവിക്കും മനസ്സിനും ഒക്കെ, അതായത് അന്തരിന്ദ്രിയങ്ങൾക്കും ബഹിരിന്ദ്രിയങ്ങൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, ഒരു വസ്തുവാണ് ഈ ഭാഗവത കഥ. അതുകൊണ്ട് അത് വിസ്തരിച്ച് പറഞ്ഞു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആർക്കാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ കേൾക്കണ്ടെന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ? ആരുമില്ല. അതുകൊണ്ട് ഈ കഥ വിസ്തരിച്ച് പറഞ്ഞു തരണേന്ന് പറയണം. ഹരേ കൃഷ്ണ. പിന്നീട് പിതാമഹാമേ സമരേ മരഞ്ജയൈ ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈ ദുരത്യയം ഗൗരവ സൈന്യസാഗരം കൃത്വാതരൻ വത്സവതം സ്മയൽപ്ലവാഹ. ഈ ഞാൻ കേട്ടിട്ടുണ്ട്. കൗരവ സൈന്യ സാഗരം ഈ ഭാരതയുദ്ധത്തെ അനുസ്മരിച്ചിട്ടാണ് പറയുന്നത്. കൗരവന്മാരും പാണ്ഡവന്മാരും കൂടി നടന്ന ആ വലിയ മഹായുദ്ധത്തിൽ
കൗരവന്മാരുടെ ആ സൈന്യമാകുന്ന കടൽ, ഭീഷ്മര് മുതലായ മഹാതിമിംഗലങ്ങളിലുള്ള ആ കടൽ, ആ നിഷ്പ്രയാസം കടന്നത് ഏതൊരു കരുണാവാരിധിയായ ഭഗവാന്റെ സഹായം കൊണ്ടാണോ, ആ ഭഗവാന്റെ കഥ മുത്തശ്ശന്മാർ പോലും വളരെയധികം സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, ഭക്തിയോടുകൂടി ആദരിച്ച് ബഹുമാനിച്ച ആ മഹാപുരുഷൻ്റെ കഥ എനിക്കും വിസ്തരിച്ച് കേൾക്കാനുള്ള അർഹതയുണ്ട്. അത് കേൾപ്പിച്ച് തരണം എന്നാണ് പറയുന്നത്. അതും പോരാ. പിന്നെയോ ദ്രൗണ്യസ്ത്രവിപുഷ്ടമിതം മതംഗം സന്താനവീരം കുരുപാണ്ഡവാനാം യുഗോപകുക്ഷിംഗത ആത്തചക്രോ മാതുശ്ചമേയ ശരണം ഗതായാ. ആ അർഹത തെളിയിക്കുക അദ്ദേഹം, കഥ കേൾക്കാനുള്ള തൻ്റെ അർഹത. ഇന്ന് അവിടുത്തെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ശ്രീസുഖബ്രഹ്മേശ്വരോട് പറയണം, ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ പറയണം എന്ന് ആവശ്യപ്പെടുന്ന എൻ്റെ കഥ, എൻ്റെ ജീവിത കഥ എന്താ ഇവിടത്തേക്ക് അറിയാലോ. ദ്രൗണ്യസ്ത്രവിപുഷ്ടമിതം മതംഗം, അശ്വത്ഥമാവിൻ്റെ ആഗ്നേയാസ്ത്രത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ദഹിച്ചു കൊണ്ടിരുന്നപ്പോൾ, അതോ സന്താനബീജം കുരുപാണ്ഡവാനം, ഈ കുരുവംശത്തിൻ്റെ തന്നെ സന്താനമായിട്ട് ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബാക്കിയായിട്ട്. അങ്ങനെയുള്ള എന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയാണ് അശ്വത്ഥമാവ് ആ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചത്. അതിൽ ഞാൻ ദഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ ദഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരത്വത്തിൽ വീണ് പാഹി പാഹി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീണുരുളുകയാണ് ചെയ്തത്. ഉത്തരയുടെ ആ ദുഃഖാവസ്ഥ കണ്ട് കരുണാവാരിധിയായ ഭഗവാൻ യുഗോപ കുക്ഷിംഗത ആത്തചക്രോ, കരുണാനിധിയായ ഭഗവാൻ തൻ്റെ ആ പ്രിയപ്പെട്ട ഉത്തരയുടെ മരുമകൻ്റെ ഭാര്യയാണ് അഭിമന്യുവിൻ്റെ, ആ ഉത്തരയുടെ ഈ ദുഃഖം കണ്ട് സഹിക്കാൻ കഴിയാതെ ആ കാരുണ്യത്തോടു കൂടി അദ്ദേഹം ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് യോഗശക്തി കൊണ്ട് കടന്ന് ആത്മചക്രനായിട്ട് ആ ചക്രായുധം ധരിച്ചുകൊണ്ട് നിൻ്റെ ഉള്ളിൽ കടന്ന് എന്നെ രക്ഷിച്ച മഹാനുഭാവനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ എൻ്റെ പ്രാണനാഥനായ, എനിക്ക് ഈ ജീവനെ പ്രദാനം ചെയ്ത ആ കരുണാനിധിയുടെ കഥ കേൾക്കാൻ എനിക്ക് അർഹതയില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ എന്നാണ് അതിൻ്റെ താല്പര്യം, ഭാവം. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ കാലസ്വരൂപനായ ഭഗവാൻ സർവ്വ ജീവജാലങ്ങളിലും പ്രപഞ്ചത്തിൽ ഉള്ളിൽ ആനന്ദസ്വരൂപനായിട്ടും പുറത്തെ മൃത്യുസ്വരൂപനായിട്ടും ഈ ലോകത്തെ മുഴുവനും അമൃതം മൃത്യുവും രണ്ടും പ്രദാനം ചെയ്തുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആനന്ദസ്വരൂപിൻ്റെ കഥ വധസ്വ വിദ്വൻ വിസ്തരിച്ച് പറഞ്ഞതിലും എനിക്ക് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീസുഖബ്രഹ്മർഷിക്ക് വളരെ സന്തോഷമായി. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഭാവം ഒന്ന് പുറത്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുരുക്കി രണ്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞത്. എൻ്റെ ശിഷ്യന് ഇത് കേട്ടിട്ട് സംതൃപ്തിയായില്ല. സർവേശ്വരൻ്റെ കഥ കേൾക്കാൻ ഇങ്ങനെയുള്ള ഒരു ഭാവമാണ് ശ്രോതാക്കളിൽ ഉണ്ടാവേണ്ടത് എന്ന് കാണിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ മറ്റുള്ള കഥകളെ പോലെ ആ കൂട്ടത്തിലൊന്നിരുന്ന് കേട്ടടിച്ച് പോയി എന്നുള്ളത് പോരാ, ഈ തീവ്രത ശ്രോതാക്കളിൽ ഉണ്ടായിരിക്കണം എന്ന് കാണിക്കുകയാണ് ആ രംഗം. സന്തോഷമായി ആ വക്താവായ ശ്രീസുഖബ്രഹ്മർഷിക്ക് പറഞ്ഞു, അങ്ങയുടെ ബുദ്ധി ശരിയായ മാർഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ കഥ വിസ്തരിച്ച് ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കാൻ ആർക്കാണോ മനസ്സിൽ ആവശ്യം തോന്നുന്നത് അവർ നേർവഴിയിൽ തന്നെയാണ് ചരിക്കുന്നത്. കാരണം മനുഷ്യജന്മം കിട്ടിയാൽ കേൾക്കേണ്ടത് ഇതൊന്നാണ്. ഇതാണ് പഠിക്കേണ്ടതും ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ഈ ഒരു ചരിത്രമാണ്, അതിലെ കഥയാണ്. അതുകൊണ്ട് അങ്ങയുടെ മാർഗം ശരിയായ മാർഗമാണ്, ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ഭൂമി ദേവി ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞു വശായിരിക്കുന്നു. ഭൂമിദേവിക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരമാണ് ഈ അധർമ്മികളെ വഹിക്കുക എന്നുള്ളത്. മറ്റേ ധർമ്മം ചെയ്യുന്ന, അതായത് സജ്ജനങ്ങളെ, സദ്വൃത്തന്മാരെ എത്ര കോടി ഉണ്ടായാലും ഭൂമിദേവിക്ക് ഒരു ഭാരവുമില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഏതാനും ദുർവൃത്തന്മാരായിട്ടുള്ള ആ ദുഷ്ടന്മാർ പെട്ടാലോ സഹിക്കാൻ കഴിയാത്ത ഭാരമാണ് ദേവിക്ക്. അങ്ങനെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ദിവസം
ഗൗർഭൂത്വ ആശ്രമുഖീ ഖിന്ന, ഒരു പശുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ദേവന്മാരുടെ സന്നിധാനത്തിൽ ചെന്നു. ദേവന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ ആ ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മദേവൻ്റെ സമയത്ത് ചെന്നു. ബ്രഹ്മദേവൻ അദ്ദേഹവും നിസ്സഹായനാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കി പരമശിവനോട് കൂടി പാലാഴി തീരത്തിൽ ചെന്ന് സർവേശ്വരനായ ഭഗവാനെ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയാണ് ചെയ്തത്. എല്ലാവരും കൂടി സ്തുതിക്കുക, ഹൃദയത്തിൽ ധ്യാനിക്കുകയാണ് ചെയ്തത്. എല്ലാ ദേവന്മാരും അവരുടെ സാധാരണ യമദയമാസനാദികളൊക്കെ സ്വീകരിച്ച് ദേഹശുദ്ധി ഇതൊക്കെ സ്വീകരിച്ച് കണ്ണടച്ച് ധ്യാനനിമഗ്നന്മാരായി എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു ബ്രഹ്മദേവൻ. അങ്ങനെ ആ ധ്യാനനിമഗ്നന്മാരായി ഇരുന്ന് കുറേ സമയം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ്റെ ഹൃദയാകാശത്ത് ഒരു ശബ്ദം കേൾക്കുക. ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വരുമെന്നല്ല ചെയ്തത്. ഹൃദയാകാശത്ത്, നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയാകാശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് എന്നർത്ഥം. ആകാശം ഇല്ലാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ട്. ആ ഹൃദയമാകുന്ന ആകാശത്തിൽ ഒരു ശബ്ദം കേട്ടുന്ന. എന്താ ആ ശബ്ദം? അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കണ്ണുതീരെ കാണുന്നുണ്ടായി, വസുദേവ ഗൃഹേ സാക്ഷാൽ പുരുഷഃ പര, ഭഗവാൻ പുരുഷഃ പര ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കേട്ട ആ വാക്കുകളാണ്. അത് മുഴുവൻ കേട്ട് ധരിച്ചു ബ്രഹ്മദേവൻ. എന്നിട്ട് ആ സമാധിയിൽ നിന്ന് ഉണർന്ന് അവിടെ കൂടിയിരിക്കുന്ന തൻ്റെ അനുചരന്മാരായ ദേവന്മാരെ മുഴുവനും തൻ്റെ ഹൃദയത്തിൽ കേട്ട ആ വാക്കുകളെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? സാക്ഷാൽ വസുദേവൻ്റെ ഗൃഹത്തിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു. തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പലതുമുണ്ട്. അതുകൊണ്ട് ദേവസ്ത്രീകളൊക്കെ ഭൂമിയിൽ അംശം കൊണ്ട്, അവരുടെ അംശം കൊണ്ട് ജനിക്കട്ടെ. പിന്നീട് വാസുദേവകലാനന്ദ സഹസ്രവദനസ്വര അഗ്രതോ ഭവിതാദേവോ ഹരേ പ്രിയ ചികീർഷയ. സാക്ഷാൽ വാസുദേവൻ്റെ തന്നെ കലയായ അനന്തൻ, ആദിശേഷൻ, അദ്ദേഹവും ഈ അവസരത്തിൽ ദേവകീപുത്രനായിട്ട് ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. ദേവകീപുത്രൻ എന്ന് പറഞ്ഞില്ല. വാസുദേവകലാനന്ദ സഹസ്രവദനസ്വരാൾ അഗ്രതോ ഭവിതാദേവോ, എൻ്റെ ജ്യേഷ്ഠനായിട്ടാണ് അവതരിക്കുക അദ്ദേഹം എന്ന് കൂടി പറഞ്ഞു. പിന്നീട് സാക്ഷാൽ ഭഗവതി മായാദേവി കൂടി ഈ ലോകത്തെ മുഴുവനും മോഹിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ജഗദംബികയായ ആ മഹാമായ ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ളത് കൊണ്ട് ആ ദേവിയും എൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയമാണ് അദ്ദേഹം ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ കേൾപ്പിച്ചത്. അതേപടി അത് ദേവന്മാരെ ധരിപ്പിച്ചു ബ്രഹ്മദേവൻ. അതോടുകൂടി എല്ലാവർക്കും സമാധാനമായി. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ആ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇരിപ്പായി. ഈ അവസരത്തിലാണ് ദേവകി വസുദേവന്മാരുടെ കല്യാണം നടക്കുന്നത്. ഗർഗാചാര്യരുടെ നേതൃത്വത്തിൽ ജാതകമൊക്കെ നോക്കിയപ്പോൾ സുഖസുന്ദരമായിട്ട് കൊള്ളാവുന്ന ജാതകങ്ങളാണ് രണ്ടും എന്ന് മനസ്സിലാക്കിയ ഉഗ്രസേനൻ്റെ സഹോദരനായ ദേവകനും കൂടി ആ വിവാഹം തീരുമാനിക്കുകയാണ്. വസുദേവർക്ക് ദേവകിയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ. ഉഗ്രസേനൻ്റെ അനുജനാണ് ദേവകൻ. ദേവകൻ്റെ മകളാണ് ദേവകി. ആ ദേവകിയെ വിവാഹം ചെയ്ത് കൊടുക്കാൻ കംസനും മറ്റുള്ള അച്ഛൻ്റെ അനുജനായ ദേവകനും കൂടി തീരുമാനിച്ചു. കംസൻ വസുദേവനോട് വളരെയധികം സ്നേഹവും ബഹുമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അങ്ങനെ ആ നിശ്ചയിത മുഹൂർത്തത്തിൽ ആ വിവാഹം നടന്നു ഭംഗിമായിട്ട്. പിന്നീട് വരൻ്റെ ഗൃഹത്തിലേക്കുള്ളൊരു യാത്രയപ്പാണ് അതിഗംഭീരമായിട്ട് അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടി, ചതുരംഗ സൈന്യങ്ങളോട് കൂടിയിട്ട് വസുദേവരുടെ ഗൃഹത്തിലേക്ക് ഒരു യാത്രയായിരുന്നു. ആ മധുരയിൽ നിന്ന് പുറപ്പെട്ട ആ ഘോഷയാത്ര വളരെയധികം വലിയ ആ ഘോഷയാത്ര വാദ്യമേളങ്ങളോടും വെടിക്കെട്ടുകളോടും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യേ
ഒരു ഭയങ്കരമായ ശബ്ദം ആകാശത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഒരു അശരീരി. അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധ. ഹേ ദുഷ്ടനായ കംസ, നിന്റെ ഈ സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണ് എന്ന് മാത്രം. ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും പറഞ്ഞില്ല കേട്ടോ. 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണെന്ന് പറഞ്ഞു. ഇത്രയും സമയം ദേവകിയുടെ ആ വധുവിനെയും വരനെയും കയറ്റിയ തേര് ഞാൻ തന്നെയാണ് തെളിക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടി കംസൻ തന്നെയാണ് തേര് തെളിച്ചുകൊണ്ട് അവിടെ എത്തിയിരുന്നത്. ആ മാർഗമധ്യത്തിൽ വെച്ച് ഇത്ര കഠോരമായ ഈ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൗഹാർദ്ദമൊക്കെ പടികടന്നു. അതാണ് ഈ സൗഹാർദ്ദത്തിലൊക്കെ ഇത്ര സ്വാർത്ഥോന്മൂലിത സൗഹൃദം എന്നാണ്. ഈ സൗഹാർദ്ദമൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ സൗഹാർദ്ദം കാണിക്കുന്ന ആള് തനിക്ക് വിപരീതമാണ് ഇദ്ദേഹത്തിൻ്റെ ആ ആശയം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സൗഹാർദ്ദം ആ നിമിഷം നശിക്കും. അതാണ് ഇവിടെ ഇപ്പോൾ ദേവകി തനിക്ക് എതിരായ ഒരു പുത്രനെ പ്രസവിക്കാൻ പോകുന്നു എന്ന അശരീരി. അതോടുകൂടി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. അദ്ദേഹം ഉടനെ തന്നെ ഈ ദേവകിയെ നിഗ്രഹിച്ചു കളയാം തീർച്ചപ്പെടുത്തി വാളുമായി ആ രഥത്തിൻ്റെ ഉള്ളിലേക്ക് അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് കടന്നു. ദേവകിയുടെ തല ചുറ്റിപ്പിടിച്ച് വാളവും. അപ്പോൾ പെട്ടെന്നുണ്ടായ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഏതൊരാളാണ് പരിഭ്രമിക്കാതിരിക്കുക? വസുദേവന് പരിഭ്രമിച്ചു. എന്താ ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു, അരുതരുത്, ആ ദേവകി അങ്ങയുടെ സഹോദരിയല്ലേ, വിവാഹ സമയമല്ലേ, ഈ ദേവകിയെ സ്ത്രീയെ നിഗ്രഹിക്കുന്നത് ഒരു പുരുഷന് യോഗ്യതയുള്ളതാണോ? പോരെങ്കിൽ സഹോദരി, പോരെങ്കിൽ വിവാഹ സമയം, ഈ മംഗളകാര്യത്തിനിടയിൽ ഇങ്ങനെയുള്ള ഒരു നിഷ്ഠുര കർമ്മം ചെയ്യുന്നത് അങ്ങയുടെ ആയുസ്സിനും യശസ്സിനും എല്ലാറ്റിനും പോരായ്മ ഉണ്ടാക്കും. ഇത്രയും കാലം ഭംഗിയായി രാജ്യം ഭരിച്ചിരുന്ന അങ്ങേക്ക് ഇതൊരു ദുഷ്പേരിനിടവരും. അതുകൊണ്ട് ഈ ആ സംരംഭത്തിൽ നിന്ന് പിന്മാറണേ എന്ന് പറഞ്ഞു. ഒന്നും കൂടാതെ അദ്ദേഹത്തിൻ്റെ ആ ക്രോധം. പിന്നെ പലതും പല വാക്കുകളും അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ്റെ ദേഹത്തിൻ്റെ നശ്വരത, മൃത്യുവിൻ്റെ സ്ഥിരമായ ഭാവം, ഇതിൽ ഒരിക്കലും മനുഷ്യന് വിട്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ, ഇങ്ങനെയുള്ളതൊക്കെ പലതും പറഞ്ഞു. പക്ഷേ അവസാനം ഇതിലൊന്നും അദ്ദേഹം വഴിപ്പെടില്ലെന്ന് മനസ്സിലായപ്പോൾ ആ വസുദേവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അന്നേരം ഒരു തീവ്രമായ ഒരു ഭഗവാനെ വിളിക്കൽ. ഹൃദയനിർഭാഗത്തിൽ നിന്ന് ആ സർവേശ്വരനായ ഭഗവാനെ അദ്ദേഹം വിളിച്ചു. ഭഗവാനെ, ഈ പ്രതിസന്ധി സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് യാതൊരു വിവരവുമില്ല. എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചു തരണേ എന്നങ്ങനെ തീവ്രമായ ഭാവത്തോടു കൂടി സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനൊരു യുക്തി തോന്നി. എന്താ തോന്നിയതറിയോ? പുഞ്ചരിച്ചുകൊണ്ട് കംസനോട് പറഞ്ഞു, ഈ ദേവകിയല്ലോ അങ്ങയുടെ ശത്രു, ദേവകിയിൽ ഉണ്ടാകുന്ന കുട്ടികളാണല്ലോ, അതുകൊണ്ട് ഈ ദേവകിയെ വധിക്കണം എന്നുണ്ടോ? ജനിക്കുന്ന കുട്ടികളെയെല്ലാം ഞാൻ അങ്ങയുടെ സമീപത്തിലേക്ക് അതാത് നിമിഷം എത്തിച്ചോളാം. എന്നാൽ അങ്ങേക്ക് ആ കുട്ടികളെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കണം ഇതിനെ എന്ന് വളരെ വിനയന്യതനായിട്ട് പുഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ആ യുക്തി കേട്ടപ്പോൾ കംസനും തോന്നി, അത് ശരിയാണ്, ദേവകിയല്ല എൻ്റെ അന്തകനായിട്ട് വരുന്നത്, ഇതിലുണ്ടാവുന്ന കുട്ടികളാണ്, അതുകൊണ്ട് ഇപ്പോൾ വിട്ടുകളയാൻ തീർച്ചപ്പെടുത്തി. പിന്നെ വസുദേവന് പറഞ്ഞതോ, ഞാൻ അതാത് സമയത്ത് എത്തിച്ചോളാം. അതും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. വസുദേവൻ സത്യവാനാണ് എന്ന് അദ്ദേഹത്തിന് മുമ്പ് പലപ്പോഴും അനുഭവം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വസുദേവൻ സത്യവാനായതുകൊണ്ട് ആ വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിവായി കംസൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ പോയി. പിന്നീട് ആ കുടിവെപ്പൊക്കെ ഭംഗിയായി നടന്നു. എന്ത് ഭംഗി! മനസ്സിൻ്റെ ഇടയിൽ ഒരമംഗള കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്കിലും ആ ഭംഗിയോടുകൂടി നടത്തും. ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവകി ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ ദുഃഖവും സന്തോഷവും രണ്ടും ഉണ്ടായി. എന്താ കാരണം? കുട്ടിയെ ഇപ്പം തന്നെ കൊണ്ടുപോകണ്ടേ എന്നുള്ളത് ആ ദുഃഖം, ഒരു ഉണ്ണി ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷവും. ഇങ്ങനെ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ആ കുട്ടിയെ വാരിയെടുത്ത് ആ ദേവകി അലോലം ഒന്ന് ആലിംഗനം ചെയ്ത് ആ ദേവകി വസുദേവയുടെ കയ്യിൽ കൊടുക്കുകയാണ് ആ കുട്ടിയെ. എൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി ആ കുട്ടിയെ എടുത്തുകൊണ്ട് കംസൻ്റെ കൊട്ടാരത്തിൽ ചെന്ന്
കംസൻ്റെ മുമ്പിൽ ആ കുട്ടിയെ കിടത്തി. കംസൻ ഇത് കൊല്ലമൊന്നും കഴിഞ്ഞില്ലേ, പെട്ടെന്നാണല്ലോ ക്രോധത്തിൻ്റെ ആവേശം, പെട്ടെന്ന് സമാധാനിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങനെ കുട്ടി, എട്ടാമത്തെ കുട്ടിയല്ലേ, ഇതല്ലല്ലോ എൻ്റെ അന്തകൻ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയാം. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് വസുദേവന് തിരിച്ച് ദേവകിയുടെ ഗൃഹത്തിൽ തന്നെ വന്ന് ദേവകിയുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ വാസുദേവർക്ക് ഇതൊരു സ്ഥിരമായ സന്തോഷത്തിനെയാണോ ഇടവച്ചതെന്ന് വെച്ചാൽ അല്ല. ഈ ദുഷ്ടന്മാർക്ക് മനസ്സ് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കിട്ടി അത്ര അനുഭവിക്കാം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത്. ഏതായാലും പിന്നെയും കൊല്ലം ഒന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഉണ്ണിയെ പ്രസവിച്ചു. ആ ഉണ്ണിയെയും ഇതുപോലെ കൊണ്ടുപോയി. അതും അപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചയച്ചു. എട്ടാമത്തേതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചയച്ചത്. ഇങ്ങനെ 6 കുട്ടികൾ ജനിക്കുകയും അവിടെ കൊണ്ടുപോവുകയും തിരിച്ചയക്കുകയും ചെയ്ത ഈ സമയത്ത് ഒരു ദിവസം നാരദ മഹർഷി ഈ കംസൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. കംസൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിച്ചു. ഈ നാരദ മഹർഷിക്ക് അങ്ങനെയുണ്ട്, അദ്ദേഹത്തിന് ശത്രുമിത്രങ്ങളൊന്നുമില്ല, എല്ലാവരും സമഭാവനയിലാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ ബഹുമാനവുമാണ്. അങ്ങനെ സൽക്കരിച്ചിരുത്തി അദ്ദേഹം ലോകത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു. ലോകസഞ്ചാരിയാണ് ഈ നാരദ മഹർഷി. അതുകൊണ്ട് എന്തൊക്കെയാണ് ലോകത്തിൽ നടക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറയാനുള്ളത്, ഇവിടത്തെക്കുറിച്ചല്ലാതെ ലോകത്തിൽ ആരും സംസാരിക്കുന്നത് തന്നെയില്ല, അത്രയുള്ള ഇവിടുത്തെ ലോക പ്രസിദ്ധി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നങ്ങനെ ഞെളിഞ്ഞിരുന്നു. അങ്ങനെ അല്ലാതെ വരുമോ, ഞാൻ എത്ര ഭംഗിയായിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത്, എല്ലാവർക്കും നന്മയുണ്ടാകുന്ന ആളെ ബഹുമാനിക്കുക ലോക സ്വഭാവമല്ലേ എന്നങ്ങനെ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞതിൻ്റെ താല്പര്യം, ജനങ്ങൾ ഇവിടത്തെക്കുറിച്ച് തന്നെ എല്ലാ സമയത്തും സംസാരിക്കുന്നത് പറഞ്ഞത് എന്താ അറിയോ, ഇങ്ങനെ ഒരു മഹാദ്രോഹി ഈ ലോകത്തിൽ വേറെ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ധരിക്കാനല്ല തോന്നിയത്, മറ്റേതാണ്, അങ്ങനെയാണ് ധരിച്ചത് ഇയാൾ. ഏതായാലും പറഞ്ഞു, ഇവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചു. ഇവിടെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്, ദേവകയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടു, വഴിയിൽ വെച്ച് ഒരു അശരീരി ഉണ്ടായി എന്നും 8ാമത്തെ കുട്ടിയെന്നും ഇങ്ങനെയൊക്കെ ഒരു കഥയില്ലേ ഇവിടെ ഉണ്ട്. എന്നാൽ എന്താ അതിൻ്റെ സത്യാവസ്ഥ, എന്താ 8ാമത്തെ കുട്ടി പറഞ്ഞാൽ അതിനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലും ഞാനൊരു രഹസ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, ആരും ഇല്ലല്ലോ ഇതിൻ്റെ ഉള്ളിലില്ല, എല്ലാം വാതിലൊക്കെ അടച്ചു പറഞ്ഞു. ഇവിടുത്തെ ബന്ധുക്കളെന്ന് അഭിനയിക്കുന്ന ഈ കൂട്ടരൊക്കെ ഉണ്ടല്ലോ, നന്ദാദികൾ വസുദേവാദികളൊക്കെ ആരാന്നാണ് വിചാരിച്ചത്, ഇവരൊക്കെ ദേവന്മാരുടെ അംശങ്ങളാണ്. പിന്നെ അങ്ങ് മുൻപത്തെ ജന്മത്തിൽ കാലദേവിയായിരുന്നു, അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ അങ്ങേക്ക് അതൊന്ന് ഓർത്തു നോക്കൂ എന്ന് പറയാണ്. യോഗശക്തിയുടെ നാരദ മഹർഷിയുടെ അനുഗ്രഹത്തോടു കൂടി പൂർവ്വജന്മസ്മൃതി ഉണ്ടായി അദ്ദേഹത്തിന്. ഈ അനുഗ്രഹം, ഈ പൂർവ്വജന്മസ്മൃതി ഉണ്ടായപ്പോൾ ശരിയാണ് അങ്ങ് പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞു തുടങ്ങി. എന്നാൽ അന്ന് അങ്ങയെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള അവർക്ക് സാധിക്കാത്ത ആ കാലഘട്ടത്തിൽ അവരിങ്ങനെ ഒരു രൂപത്തിൽ അങ്ങയെ നിഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ പറ്റിക്കൂടിയിട്ടുള്ളവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഈ കുട്ടികളെ അല്ല, 8 എന്ന് പറയുന്നത് ദേവന്മാർക്കുള്ള യുക്തി, 8ൽ നിർത്തി അങ്ങൊന്ന് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇത് ഈ തലയിലുള്ളത് 8ആവും, അങ്ങോട്ടുണ്ടെങ്കിൽ അതേ തലയിലുള്ള 8ആവും. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാമർഥ്യമുള്ളവരൊക്കെയാണ് ഈ ദേവന്മാരെന്നൊക്കെ ഞാൻ പറയാനുണ്ടോ? ഇതൊക്കെ ആ ഇതിൻ്റെ രഹസ്യ വർത്തമാനം ഇതാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ ഈ വിവരം നമ്മുടെ സ്നേഹം കൊണ്ട് ഞാനൊന്ന് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെയല്ലേ സ്നേഹത്തിൽ? ശരിയാണ്. നാരദ മഹർഷി തിരക്കുണ്ടെന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു അരയുണ്ടാക്കി. അദ്ദേഹം ചിന്തിച്ചു, ശരിയാണ് ആ വിഷയം എന്നതിന് ബോധ്യം വന്നതോടുകൂടി അപ്പോൾ തന്നെ ആ ജനിച്ച കുട്ടികളെ എല്ലാം കൊണ്ടുവരാൻ കൽപ്പനയെ കൊണ്ടുവന്നു. 6 എണ്ണത്തിനെയും അടിച്ചു കൊന്നു. ഈ സമയത്ത് ദേവകി 7ാമത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരമാണ്. അപ്പം തന്നെ കംസൻ പറഞ്ഞു, ഇനി ഈ ദേവകി പ്രസവിക്കരുത്, ആ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി അടച്ചേക്കും 2 ആളെയും, വസുദേവരെയും ദേവകിയെയും എന്ന് പറഞ്ഞ് ആ കാരാഗ്രഹത്തിൻ്റെ കരിങ്കൽ തുറുങ്കിൽ ഒരറ്റത്ത് ദേവകിയെയും മറ്റേ അറ്റത്ത് വസുദേവരെയും പ്രവേശിപ്പിച്ച് അവിടെ ബന്ധനം ചെയ്തു. അങ്ങനെ ആ ബന്ധനത്തിൽ കിടന്ന് അവർ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുകയാണ് പിന്നെ ഉണ്ടായത്. ആരാ പിന്നെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ദുഃഖം കൂടിക്കൂടി വരുന്നു. സജ്ജനങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കംസൻ്റെ ഭരണം കൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ, ഭക്തന്മാർക്ക് ഉപദ്രവം വരാൻ തുടങ്ങിയാൽ ഭഗവാൻ സഹിക്കില്ല.
അങ്ങനെയുള്ള ഈ അവസരമായപ്പോൾ ഭഗവാൻ ഓർത്തു. എന്താ ഓർത്തത്? ഈ 7ാമത്തെ ഗർഭമാണ് ഇപ്പോൾ ദേവകിക്ക്. ഇത് കാലം വന്ന് പ്രസവിച്ചിട്ട് ഗർഭസ്ഥനായാൽ പോരാ, അത്ര താമസിക്കാൻ ഇടയില്ല ഇവിടെ. അതുകൊണ്ട് ഇപ്പോൾ വേഗത്തിലാവണം കാര്യം എന്ന് വിചാരിച്ച് തൻ്റെ മായയെ വിളിക്കുകയാണ്. ആ മായയെ എന്നങ്ങനെ വിളിച്ചപ്പോൾ ആ സർവേശ്വരിയായ ആ ജഗദംബിക അവിടെ മുമ്പിലെങ്ങനെ പ്രത്യക്ഷമായി. അവിടെ ഇങ്ങനെ നിന്ന് വളരെ വിനയാന്യതയായിട്ട് അങ്ങനെ നിന്നപ്പോൾ സന്തോഷത്തോടു കൂടി ആ ദേവി ഭഗവാനോട് എന്താണാവോ കൽപ്പന അത് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ. ഞങ്ങളുടെ എടുത്തു പറയാറായോ? ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ ഭഗവാൻ യോഗമായയെ വിളിച്ചു. ദേവി എവിടെ ഭഗവാന്റെ മുമ്പിൽ വന്ന് വിനയാന്യതയായിരുന്നു. ഇവിടുത്തെ കൽപ്പന എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദേവകിയുടെ 7ാമത്തെ ഗർഭം അനന്തൻ്റെ അംശമാണ്. അതുകൊണ്ട് നശിച്ചു പോകുമെന്ന് പേടിക്കാനില്ല എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ നശിച്ചു പോകുമോ പേടിക്കണ്ട. ആ ഗർഭത്തെ മായയായ ആ മായക്കതൊക്കെ സാധിക്കാൻ ഒരു പ്രയാസമില്ല. അഘടിത ഘടനാ പടീയസി മായ എന്ന് സാധിക്കാത്തത് ഏതായാലും സാധിപ്പിച്ചു കൊടുക്കാൻ ഇത്രയും സാമർഥ്യമുള്ള ഒരു ശക്തി ലോകത്തിൽ വേറെ ആരുമില്ല. ആ മഹാമായയെ പോലെ എത്ര സാധിക്കാത്ത കാര്യമായാലും ശരി, ആ പാദപത്മത്തിലങ്ങോട്ട് ആശ്രയത്തോടു കൂടി അങ്ങോട്ട് സമീപിച്ചാൽ അത് എളുപ്പത്തിൽ സാധിച്ചു തരാൻ കഴിവുള്ള ഈ മഹാമായ ഒരു പ്രയാസവും കൂടാതെ കണ്ട കാര്യം നടത്തിക്കൊള്ളാം എന്ന് ഏൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, ഈ ഗർഭത്തെ രോഹിണിയുടെ ഉദരത്തിൽ, ഇപ്പോൾ രോഹിണി ദേവി നന്ദഗോപരുടെ ഗൃഹത്തിലാണ് താമസിക്കുന്നത്. എന്താ അങ്ങനെ താമസിക്കാൻ? വസുദേവരുടെ പത്നിയാണ് രോഹിണി ദേവി. എന്താ അവിടെ താമസിക്കാൻ കാരണം എന്ന് വെച്ചാൽ കംസനെ ഭയപ്പെട്ടിട്ടാണ്. കംസനെ ഭയപ്പെട്ടാൽ ഇങ്ങനെ മറ്റൊരാളുടെ ഗൃഹത്തിൽ കൊണ്ട് താമസിപ്പിക്കാറുണ്ടോ എന്ന് വെച്ചാൽ, മറ്റൊരാളെന്ന് വെച്ചാൽ വസുദേവരുടെ അടുത്ത ബന്ധുവാണ്, ഈ സഹോദരനാണ് ഈ നന്ദഗോപരൻ. വസുദേവരുടെ അച്ഛൻ ശൂരൻ, അദ്ദേഹം ക്ഷത്രിയ സ്ത്രീയെയും വൈശ്യ സ്ത്രീയെയും വിവാഹം ചെയ്തു. അതിൽ ക്ഷത്രിയ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് വസുദേവൻ, വൈശ്യ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് നന്ദഗോപരൻ. അതാണ് ബന്ധം. ആ സഹോദരൻ്റെ ഗൃഹത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് ഈ കംസനെ ഭയപ്പെട്ടിട്ട് രോഹിണി ദേവി. ഇപ്പോൾ അവിടെയാണുള്ളത്. അതാണ് മായയോട് പറഞ്ഞത്, നന്ദഗോപരുടെ ഗൃഹത്തിലുള്ള രോഹിണി ദേവിയിൽ ഈ ദേവകിയുടെ ഗർഭം കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ആ യശോദയുടെ ഗർഭത്തിൽ നീയും ജനിക്കൂ, പല കാര്യങ്ങളും നടത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവി അനുഗ്രഹിച്ചു. മാത്രമല്ല, ഈ നിനക്ക് ഭൂമിയിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് ലഭിക്കും. അവിടെ വേണ്ട പോലെ ആരാധിക്കുന്ന മനുഷ്യർക്ക് സകലാഭീഷ്ടപ്രദയായിട്ട് അവിടെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സന്തുഷ്ടയായി ജീവിക്കൂ എന്നുകൂടി ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് ആ ദേവിയെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ദേവി പറഞ്ഞ പ്രകാരം ദേവകിയുടെ ഉദരത്തിൽ നിന്ന് ഗർഭത്തെ ആവാഹിച്ച് രോഹിണിയുടെ ഗർഭത്തിൽ കൊണ്ടുവച്ചു, ഉദരത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ പെട്ടെന്ന് ദേവകിയുടെ ഗർഭം ഇല്ലാതായി എന്ന് കണ്ടപ്പോൾ ദേവകിക്ക് വളരെ ദുഃഖമുണ്ടായി. ദുഃഖമുണ്ടായെങ്കിലും ഒരു സന്തോഷം. ഏതായാലും ഇത് എങ്ങനെയായാലും ഉണ്ടായാൽ ബാക്കി ഉണ്ടാവില്ല, കംസൻ്റെ കൈ കൊണ്ടല്ല, ഇങ്ങനെയാണ് ഭവിച്ചത് എന്ന് സമാധാനിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അതിനുശേഷം ഭഗവാൻ തന്നെ ഇവിടെ ദേവകിയുടെ ഉദരത്തിൽ ജനിക്കാനുള്ള കാര്യമാണ് ഇനി ചിന്തിക്കുന്നത്. ഭഗവാൻ എങ്ങനെയാണ് ജനിച്ചത് എന്നാണെങ്കിൽ സാധാരണ രൂപത്തിലല്ല ഭഗവാന്റെ അവതാരം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാനവി വിശ്വാത്മാ ഭക്താനാമഭയങ്കര ആവിവേശാംശഭാഗേന മന ആനഗതുന്ദുഭേഹേ. ആദ്യമായിട്ട് ഈ വസുദേവരും ദേവകിയും കാരാഗൃഹത്തിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ദുഃഖിതന്മാരായിട്ട്
അതികഠിനമായ തീവ്രമായ ഭാവത്തോടുകൂടി ഭഗവാനെ തന്നെ രാവും പകലും ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് നിരന്തരം ഭഗവത്ധ്യാനപരന്മാരായിട്ട് ഈ ദുഃഖത്തിൽ നിന്നൊരു മോചനം തരണേ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് സദാസമയവും. വേറെ ഒരു ചിന്തയും അവർക്കില്ല. ദേഹബോധം പോലും ഇല്ലാതെ അവർ ഭഗവാനിൽ തന്നെ പരമപ്രേമ ഭാവത്തിൽ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖിതനായ വസുദേവരുടെ മനസ്സിൽ പെട്ടെന്നൊരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തെ പ്രദാനം ചെയ്തു വസുദേവർക്ക്. ദുഃഖങ്ങളൊക്കെ മറന്നു അദ്ദേഹം ഒരു ദുഃഖവും ഇല്ലാത്തൊരവസ്ഥയിലെത്തി. അത് മാത്രമോ, ഇപ്പോൾ ആ ഇരുട്ട് കൊണ്ട് നിറഞ്ഞ ആ കാരാഗൃഹത്തിൽ സവിഭ്രൽ പൗരുഷം രൂപം ഭ്രാജമാനോ യഥാരവി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹം സൂര്യനെ പോലെ പ്രകാശിച്ചു. ആ ഇരുട്ട മുറിയിൽ അദ്ദേഹത്തിൻ്റെ ദേഹം സൂര്യനെ പോലെ പ്രകാശം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ദുരാസതോതി ദുർധർഷോ, അത് ദുരാസതമാണ്. ആർക്കും അതിനെ തടുക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ള ആ സ്വരൂപം, ആ ചൈതന്യം, ദുർധർഷമായ ആർക്കും കടക്കാൻ കഴിയാത്ത ആ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ സ്വരൂപം കണ്ടിട്ട് ദേവി അത്ഭുതപ്പെട്ടു. എന്നിട്ട് ആ ദേവി പറയുകയാണ്, അഹോ ഭർത്താവേ, ഞാനൊരു അത്ഭുതം കാണുന്നു. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം മനസ്സിൽ ആനന്ദത്തിൽ നിമഗ്നനായിരിക്കുകയാണ്, ഒന്നും അറിയുന്നില്ല. അപ്പോഴാണ് വിളിച്ചത്, ഞാനൊരു അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അത്? അതോ അങ്ങയുടെ ഈ ദേഹം സൂര്യനെ പോലെ പ്രകാശിക്കുന്നുവല്ലോ. എന്താ ഇതിൻ്റെ അർത്ഥം? മനസ്സിലായില്ല എനിക്ക് എന്ന് പറയുന്നു. അപ്പോൾ തൻ്റെ മനസ്സിൽ തന്നെ അന്തർമുഖനായി ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ദേവകി, ഞാനിപ്പോൾ എന്തൊരാനന്ദത്തിലായിരിക്കുന്നതെന്ന് പറയാൻ വാക്കുകളില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സുഖസ്വരൂപം ഇങ്ങനെ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആനന്ദ സ്വരൂപം, ആനന്ദം തന്നെ സ്വരൂപം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ആ സ്വരൂപത്തിൻ്റെ നിരന്തരമായ ഭാവം കൊണ്ട് ഞാൻ സുഖത്തിലിരിക്കുകയാണ്, ആനന്ദത്തിലിരിക്കുകയാണ് എന്ന് പറയും. പറഞ്ഞു, ഭാഗ്യം, അവിടത്തേക്ക് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ഭഗവാൻ അനുഗ്രഹിച്ചുവല്ലോ. ഈ ഭാഗ്യം കെട്ടവൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായതുമില്ല. ആട്ടെ, അങ്ങെങ്കിലും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, എന്നാൽ ആ സുന്ദര സ്വരൂപത്തെക്കുറിച്ച് അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതൊന്ന് അതേപടി ഒന്ന് എന്നെ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഓ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് അന്തർമുഖനായിരുന്നു കൊണ്ട് തന്നെ ആ സ്വരൂപത്തെ കേശാദിപാദം ഒന്നങ്ങനെ വർണ്ണിച്ച് കേൾപ്പിച്ചു. അതേ ഭാവത്തിൽ നമുക്കിപ്പോൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? നാരായണീയത്തിൽ ഭംഗിയായിട്ട് ഗുരുവായൂരത്തിലെ കണ്ടിട്ടില്ലേ പട്ടേരി? അതുപോലെ സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോത്ഥാസി ഫലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാരുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം തുത്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭഗേ. പകുതിയായിട്ടുള്ളൂ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമത് ബാഹുചതുഷ്കസംഗത ഗദാശങ്കാരിഭംഗേരുഹാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചി ലാഞ്ചിതലസൽ പീതാംബരാലംബിനീമാലംബേ വിമലാംബുജതിപദാം മൂർത്തിം തവാർത്തിച്ചിതും. സർവദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഈ സുന്ദരമായ സ്വരൂപത്തെ ഞാനിതാ ഇങ്ങനെ കണ്ട് ആനന്ദ നിമഗ്നനായിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേറെ ദുഃഖങ്ങളൊന്നുമില്ല. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ട ദേവകീ ദേവി ഒരു 2 നിമിഷം കഴിഞ്ഞപ്പോൾ ആ സ്വരൂപം തൻ്റെ ഹൃദയത്തിൽ അതുപോലെ ഇങ്ങോട്ട് പ്രകാശിച്ചു. പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് സത്യം തന്നെ. കാരണം ആ സ്വരൂപം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. ആ ആനന്ദാനുഭവം ഇപ്പോൾ എനിക്കും വേണ്ട പോലെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ വസുദേവൻ പറഞ്ഞു, ദേവകി, ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ സ്വരൂപം തീരെ കാണാനില്ല. അത് ദേവകിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഭഗവത് കാരുണ്യം കൊണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എന്തായി കഥ? ആ ദേവകി ദേവി ആനന്ദ നിമഗ്നയായി മറുപടി പോലും പറയാൻ സാധിക്കാത്തൊരവസ്ഥയിൽ
ഇങ്ങനെയാണ് ദേവകിയിൽ ഭഗവാൻ ആവേശിച്ചത് എന്നാ. തതോ ജഗന്മംഗളമച്യുതാം അച്യുതാംശം സമാഹിതം ശൂരസുതേന ദേവി ദധാര സർവാത്മകമാത്മഭൂതം കാഷ്ഠായത യഥാനന്ദകരം മനസ്തഃ. ഇങ്ങനെ മാനസികമായ അർപ്പണം എന്നാണ് ഇതിനെ കെട്ടി വ്യാഖ്യാതകന്മാർ അങ്ങനെയാണ് പറയുന്നത്. മാനസികമായ സങ്കല്പം കൊണ്ടുള്ള ഒരു അർപ്പണ ഭാവത്തിലാണ് ഭഗവാന്റെ ദേവകിയുടെ ദേഹത്തിൽ ഭഗവാൻ ആവേശിച്ചതെന്ന്. അങ്ങനെയാണ് ഭഗവാൻ ദേവകി ദേവിയുടെ ഹൃദയത്തിലാണ് ആവിർഭവിച്ചത്, ഉദരത്തിലല്ല. ഇതാണ് പ്രത്യേകത. ആ സച്ചിദാനന്ദ ബ്രഹ്മം അവിടെ പ്രകാശിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ആ രൂപം, ആ പ്രകാശം കൊണ്ട് ആ ഇരുട്ട് മുഴുവൻ പ്രകാശമയമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കംസൻ ദിവസേന വന്ന് നോക്കാറുണ്ട്, ഈ വാതിലും തുറന്നു നോക്കാറുണ്ട്. എല്ലാ ദിവസവും ഇരുട്ട് നിറഞ്ഞ ആ മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും രണ്ടാളും. സന്തോഷത്തോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യും. ഇവരുടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള സമാധാനത്തിൽ. അത് കഴിഞ്ഞ് അന്ന് വന്ന് നോക്കിയപ്പോൾ അങ്ങനെയല്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു പരിഭ്രമം ഉണ്ടായി. അദ്ദേഹം പറയാണ്, താൻ വീക്ഷ്യ, അന്ന് കണ്ടപ്പോൾ താൻ വീക്ഷ്യ കംസ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ എന്ന പുരേയമീദൃശി. അന്ന് കണ്ട സമയത്ത് ആ കംസന് എന്തെന്നില്ലാത്ത ഒരു പരിഭ്രമം ഉണ്ടായി. എന്താ പരിഭ്രമിച്ചതറിയോ? ഇവൾ വളരെ സന്തോഷത്തോടുകൂടിയിരിക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ദേവകി. പ്രകാശമാനമായ ഒരവസ്ഥ ദേഹത്തിന് മുഴുവനുണ്ട്. എന്താ ഇതിൻ്റെ കാരണം ആലോചിച്ചപ്പോൾ തീർച്ചയായും അദ്ദേഹം പറഞ്ഞു, ഹരി, സാക്ഷാൽ ഹരി തന്നെ ഇവളിൽ പ്രവേശിച്ചിരിക്കുന്നു. സാഹൈഷമേ പ്രാണഹരോ, എൻ്റെ പ്രാണഹരനായ ഹരി, ആ അശരീരിയിൽ കേട്ട ഹരി ഇവിടെ അവതരിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി. എന്താ കാണിച്ചാൽ മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതോടുകൂടി എന്താ വേണ്ടതെന്ന് നിശ്ചയിച്ചു അദ്ദേഹം. ഇപ്പം തന്നെ നിഗ്രഹിച്ചു കളയാന്ന് ചോദിച്ചു വാളൂരി മുമ്പോട്ടങ്ങനെ നടന്നു 2 അടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ധർമ്മബോധം ഉണ്ടായി. ഭഗവാൻ അവതരിച്ചിട്ടില്ല കേട്ടോ, ഭഗവാൻ ദേവിയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ ദുഷ്ടനായ കംസന്റെ ധർമ്മബോധം ഉദിക്കുകയാണ്. എന്താ ഉദിച്ചത്? ഇപ്പോൾ വേണ്ട തോന്നി. എന്താ കാരണം വെച്ചാൽ, സ്ത്രീ സ്വസു ഗുരുമത്യാ വധോയും, തൻ്റെ സഹോദരി, പിന്നെ ഗർഭിണി സ്ത്രീ, ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ നിഗ്രഹിക്കുന്നത് ശരിയല്ല. യശസ്ത്രീയും ഹന്തി, യശസ്സും സ്ത്രീയും ഒക്കെ നശിക്കും, ആയുസ്സും ഒക്കെ പോകും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഇതന്നെയാണ് ധർമ്മബോധം ഉണ്ടായത്. വാളുറയിലിട്ട് അദ്ദേഹം കാവൽക്കാരെ ഏൽപ്പിച്ചു. കുറെ കൂടി ശ്രദ്ധയോടുകൂടി ഇവിടെ എന്താ സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് കൂടുതൽ കാവൽക്കാരെ ഏർപ്പാടാക്കി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയെങ്കിലും ഈ ഘോരതമാൽഭാവാൽ അന്തകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അതിഘോരമായ ഭാവത്തോടു കൂടി അദ്ദേഹത്തിന് പിന്നീട് ഇരിക്കുക, കിടക്കുക, ഉറങ്ങുക എന്നുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. സാസീനസം വിശംസ്തിഷ്ഠൻ തുഞ്ചാന, അദ്ദേഹം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഊട് കഴിക്കുമ്പോഴും ഒക്കെ ഈ ഹരി 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 എന്നുള്ള ചിന്തയാ സദാസമയത്തുണ്ടായത്. ഇത് ഒരു ഭാഗ്യമല്ലേ? എത്രയോ ജന്മങ്ങളോളം ഈ സച്ചിദാനന്ദ ബ്രഹ്മത്തെ യോഗീശ്വരന്മാർ പോലും ആരാധിച്ചിട്ട് നിരന്തരം ആ ഹരിഭാവന ഹൃദയത്തിൽ ലഭിക്കാത്തവരാണ് ലോകത്തിലുള്ള മഹാദേവന്മാരായിട്ടുള്ളവരൊക്കെ. അങ്ങനെയുള്ള പരമയോഗീശ്വരന്മാർക്ക് പോലും ലഭിക്കാത്ത ആ ഒരു ഭാഗ്യം ഈ കംസൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. എന്താ അറിയോ? സദാസമയവും ഹരിചിന്ത. ഇതൊരു ഭാഗ്യമല്ലേ? ഇതാണ് അന്ന് മുതൽ അദ്ദേഹത്തിനുണ്ടായ ഭാഗ്യം. അങ്ങനെ ആ ഹരിയെ ചിന്തിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് കഴിഞ്ഞുകൂടി സദാസമയവും. ഈ അവസരത്തിൽ ഗർഭസ്ഥനായ ഭഗവാനെ ദേവന്മാരെ ആകാശത്തിൽ നിന്ന് കൽത്തുറങ്ങിൻ്റെ ഒരു ഭാഗത്തു നിന്ന് സ്തുതിച്ചു. വിസ്തരിച്ച ഒരു സ്തുതിയാണ്. ആ സ്തുതി അതിവിശേഷപ്പെട്ടതാണ്. എങ്കിലും സമയത്തിൻ്റെ കുറവ് കൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ചു. ബ്രഹ്മാദി ദേവന്മാർ, പരമശിവൻ, ബ്രഹ്മദേവൻ മുതലായവരൊക്കെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ സ്തുതിച്ചു ആ ഭഗവാന്റെ. ഞങ്ങൾക്കൊക്കെ സന്തോഷമായി. എന്താ കാരണം വെച്ചാൽ ത്വൽപാദബോധേന
ത്വയ്യംബുജാക്ഷാഖില സത്വധാമ്നി സമാധിനാവേശിതചേതസൈകേ തൽപാദബോധേന മഹൽകൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. ഞങ്ങളിനി മേലിൽ സർവ്വദുഃഖങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് ഇതിനെ ഉപേക്ഷിച്ച് അവിടുത്തെ ആ ആനന്ദമാകുന്ന ആ സ്വരൂപത്തിൽ ഞങ്ങളുടെ മനസ്സെല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഇവിടുത്തെ ഈ സ്വരൂപവും ഈ മഹൽ കഥയും ഈ പാദപത്മത്തിലുള്ളതായ ധ്യാനവും മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങനെയുള്ള പുണ്യാത്മാക്കളാണ് ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നവരൊക്കെ. ഇവിടുത്തെ പാദപത്മത്തിൽ അചഞ്ചലമായ ഭക്തിയോടുകൂടി അവിടുത്തെ ആരാധിച്ചവരൊക്കെ ഈ ഭാവാബ്ധി തരണം ചെയ്തവരാണ് നിഷ്പ്രയാസം. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ സ്വയം സമുത്തീര്യ സുദുസ്തരം ദ്യുമൻ ഭവാർണവം ഭീമം അദഭ്രസൗഹൃദ ഭവൽ പദാംഭോരുഹനാവം അദ്യമേ നിധായ യാതാഹ സദനുഗ്രഹോ ഭവൻ. ഇവിടെയുള്ള മുമ്പ് ഈ ലോകത്തിൽ അവിടുത്തെ സേവിച്ചു കൊണ്ടിരുന്ന മഹാത്മാക്കളായിട്ടുള്ളവരൊക്കെ ഈ ഒരു തോണി എന്നല്ലോ സംസാര സമുദ്രം കടക്കാൻ പോകുന്ന ഈ തോണി ഭവൽ പദാംഭോരുഹനാവം ഇത് ഇവിടെ തന്നെ വെച്ചുകൊണ്ടാണ് അവർ പോയത്. എങ്ങനെ അവർ കടന്നു പോയത്? സ്വയം സമുത്തീര്യ ഈ തോണിയിലൊന്ന് കയറുകയേ വേണ്ടു. അതോടുകൂടി ആ ആള് മറുകരയിൽ എത്തിച്ചേരും. തോണി ഇവിടെ തന്നെ ബാക്കിയാവുകയും ചെയ്യും. ഇങ്ങനെ വിശേഷമുള്ളൊരു തോണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്താ ആ തോണി? അതോ ഈ സുദുസ്തരമായ ഈ ഭവാർണവത്തെ കടക്കുവാനുള്ള ഒരു അദഭ്ര സഹോദരന്മാരായിരിക്കുന്ന മഹായോഗ്യന്മാരായിരിക്കുന്ന ജനങ്ങളോട്, പാവപ്പെട്ട ഈ ദുഃഖമനുഭവിക്കുന്ന ജനങ്ങളോടുള്ള സൗഹാർദ്ദം കൊണ്ട് ഈ തോണി കൊണ്ടുപോകാതെ ഇവിടെ തന്നെ വെച്ചിട്ടാണ് ആ മഹാത്മാക്കളൊക്കെ പോയത്. എന്തിനു വേണ്ടിയിട്ടറിയോ? നമുക്കിത് കയറുമ്പോൾ തന്നെ മറുകര പറ്റാനുള്ള സൗകര്യം ഭഗവാൻ ചെയ്തു തന്നു. എന്നാൽ വരുന്നവരെ ഇതിൽ കയറിക്കോട്ടെ, വന്നോട്ടെ എന്നുള്ള നിലക്ക് ആ തോണി ഇവിടെ തന്നെ വെച്ച് പോയിരിക്കുക. ഏതാണ് ആ തോണി? ഭവൽപദാംഭോരുഹനാവം. ആ തോണി ഏതാണെന്ന് വെച്ചാൽ അവിടുത്തെ പാദപത്മത്തെ ഭജിക്കുവാൻ വേണ്ടി ഉപദേശിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം തന്നെയാണ് ആ തോണി. മുമ്പ് അനേകം ഋഷീശ്വരന്മാർ ഈ ഭവാർണവത്തെ തരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച തോണിയാണ് ഈ ശ്രീമദ് ഭാഗവതം. അവർ ഈ ശ്രീമദ് ഭാഗവതത്തെ ഒന്നും കൊണ്ടുപോയില്ല. ഇതിലൊന്ന് കയറിയിരിക്കേ ചെയ്തുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ ഒന്ന് കടന്ന് അതിലൊന്ന് കണ്ണോടിച്ച് അതിലത്തെ ആ ഭഗവാന്റെ ആസ്വാദ്യമായ ആ കഥകളെ കേട്ട് ആനന്ദ നിമഗ്നരായിട്ട് ഒന്നിങ്ങനെ സ്മരിച്ചതേ ഉള്ളൂ. ആ സ്മരിച്ചതോടുകൂടി തന്നെ അവർ മുക്തന്മാരായി മറുകരയിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ ഇത് കൊണ്ടുപോകേണ്ട വിഷയമുണ്ടോ? അവർ വിചാരിച്ചു ഈ ശ്രീമദ് ഭാഗവതം ഇനിയുള്ളവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് പോയിരിക്കുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇനി ശ്രീമദ് ഭാഗവതത്തിൽ ഇവിടുത്തെ കഥയാണല്ലോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രീമദ് ഭാഗവതത്തെ പാടിക്കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം എല്ലാ ജനങ്ങളും ഈ ഭവാർണവത്തെ തരണം ചെയ്യാൻ ഇത് ഉപകരിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്തുതി. അങ്ങനെയുള്ള സ്തുതി ഭഗവാൻ കേട്ടു. ഗർഭസ്ഥനായ ഭഗവാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ദേവന്മാർ ദേവകിയോട് പറഞ്ഞു, അമ്മേ ഒട്ടും പരിഭ്രമിക്കണ്ട. നിഷ്ട്യാമ്പതേ കുക്ഷികത, അങ്ങയുടെ ഗർഭത്തിലിരിക്കുന്നത് സാക്ഷാൽ ലോകേശ്വരനായ ഭഗവാൻ തന്നെയാണ്. കംസനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഭയമുള്ളത്. കംസൻ മരിച്ചു തന്നെ വിചാരിക്കാം. ഇനി കഴിഞ്ഞു അയാളുടെ കഥ തന്നെ വിചാരിച്ചോളൂ, ഒരിക്കലും പരിഭ്രമിക്കേണ്ടതില്ല എന്ന് ബ്രഹ്മദേവൻ ആ ദേവകി ദേവിയെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ടാണ് പറയുന്നത്. ദേവകി ദേവിയെ അമ്മയെന്ന് വിളിക്കാൻ ബ്രഹ്മദേവൻ്റെ കഥ എന്താ വെച്ചാൽ, സർവേശ്വരനായ പ്രപഞ്ചനാഥനായ അദ്ദേഹമാണ് ഇവിടെ ജനിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ ബ്രഹ്മദേവന് പിന്നെ എന്താ അവിടെ ബഹുമാനക്കുറവുള്ളത്? അങ്ങനെയാണ്. അതിനുശേഷം അവരെല്ലാം പോയി. അതിനുശേഷം ഇവിടെ അവതാരമാണ് ഭഗവാന്റെ. അഷ്ടമിയും രോഹിണിയും ചേർന്ന ആ ദിവസത്തിലാണ് പോയത്. അഷ്ടമിയുടെ ദേവതയായ ശിവനും രോഹിണിയുടെ ദേവതയായ ബ്രഹ്മാവും പോയില്ല എന്നാണ് പറയുന്നത്. അവരിത് ഈ ജന്മം കാണാൻ വേണ്ടി ഒളിച്ച് രണ്ടാളും കൂടെ ചേർന്നൊരു ദിക്കിലിരുന്നു. അത് അഷ്ടമി രോഹിണിയുടെ ആ ദിവസം ജനിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് മഹാത്മാക്കൾ. ഏതായാലും
അഥ സർവഗുണോപേത കാല പരമശോഭന യർഹീവാദിന ജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം. ഭഗവാൻ ജനിക്കുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിൻ്റെ ആ സ്ഥിതിയാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളും അവരവരുടെ സ്ഥാനത്ത് ഭഗവാനെ ഏത് തരത്തിൽ നിന്നാലാണോ ജാതകത്തിൽ വേണ്ട പോലെ ആ യോഗ്യത ഉണ്ടാവുക അതുപോലെയുള്ള ഭാവത്തിൽ ഇവിടെ ഉറച്ചു നിന്നു. കാലം പരമശോഭനമായി. കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിലാണ്. ഇത് ഇത്രയും കാലം കൂരിരുട്ടും മഴയും കൊണ്ട് ലോകം മുഴുവൻ വിഷമമുള്ള ഒരു കാലഘട്ടത്തിലല്ല. അതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് പരമശോഭനമായ ആ സമയത്താണ് ഭഗവാന്റെ അവതാരം. ദിശ പ്രസേതു ഗഗനം നിർമ്മലോടു ഗണോദയം. ദിക്കുകളൊക്കെ തെളിഞ്ഞു. അല്ലെങ്കിൽ മഴക്കാറൊക്കെ കിട്ടിയിങ്ങനെ വല്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം അതൊക്കെ തെളിഞ്ഞു. ആകാശത്തിൽ രാത്രി സമയമാണ്. അർദ്ധരാത്രിക ഭഗവാന്റെ ജനനം. ആ സമയം ആ സന്ധ്യ ആയപ്പോൾ തന്നെ ആകാശത്തിൽ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കണ്ടു. ഭൂമിയാണെങ്കിലോ മഹീ മംഗളഭൂയിഷ്ഠപുരഗ്രാമ പ്രജാകര. ഭൂമിയിൽ ചിങ്ങമാസമാവുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം. മഴ പോയല്ലോ എന്നുള്ളൊരു സന്തോഷം. അതേ സമയത്ത് ഈ വൃക്ഷലതാദികളൊക്കെ വളരെയധികം പരിപുഷ്ടമായിട്ടുള്ള മഴ കൊണ്ട് വേണ്ട പോലെ തളർത്ത് പൂത്ത് കായ്ച്ച് ഫലങ്ങളൊക്കെ ധാരാളം കൊണ്ട് നിൽക്കുന്ന ഒരു കാലം. ചിങ്ങമാസത്തിലെ നെല്ലൊക്കെ ഇങ്ങനെ കൊയ്യാറായിട്ട് നിൽക്കുന്ന കാലം. അപ്പോൾ ഒരു സമൃദ്ധിയുടെ സൂചനയാണ്. ഇങ്ങനെ നദ്യപ്രസന്ന സലില ഹൃദാ ജലരുഹശ്രിയ. പ്രസന്ന സലിലയായിട്ട് ഒഴുകുകയാണ് നദികളൊക്കെ. ഇത്രകാലം കലങ്ങി പറഞ്ഞൊഴുകുന്ന വെള്ളമായിരുന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം. ആ തെളിഞ്ഞ വെള്ളത്തിൽ ഈ താമരകളൊക്കെ ഇങ്ങനെ വികസിച്ചിരിക്കുകയാണ്. ഈ താമരകൾ രാത്രിയിൽ വികസിക്കില്ല എന്ന് ആവശ്യമുള്ളത്. സൂര്യൻ അസ്തമിച്ചാൽ താമരകൾ അടയും. മുഖം ഇങ്ങനെ. താമരകൾ എന്ത് വിചാരിച്ചു? ഭഗവാൻ അവതരിക്കുമ്പോൾ നമ്മളിങ്ങനെ മുഖവും കൂർപ്പിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയവർക്ക്. കാരണം ഭഗവാന്റെ ദേഹത്തിലുള്ള ഈ പ്രധാനപ്പെട്ട ഭഗവാന്റെ കൈകളും കാലുകളുമൊക്കെ ഈ ഉദാഹരിക്കുമ്പോൾ നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഘ്രയേ കാണാം. എല്ലാ ഋഷീശ്വരന്മാരും ഭഗവാനെ ആരാധിക്കുന്നത് ഇങ്ങനെയുള്ള സ്തുതികളെ കൊണ്ടാണ്. അപ്പോൾ ഈ പങ്കജം താമരയോട് ഭഗവാന് വളരെ ഇഷ്ടമാണ്. ആ ഭഗവാൻ അവതരിക്കുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ മുഖവും കൂർപ്പിച്ചിങ്ങനെ ഇരിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് വിചാരിച്ച് അവരൊക്കെ വളരെ സന്തോഷമായി വികസിച്ച് അങ്ങനെ പൂമ്പൊടികളൊക്കെ അങ്ങനെ ധാരാളം ഉണ്ടായി. തേനുണ്ടായി. ഇതൊക്കെ ആസ്വദിക്കാൻ പക്ഷികളും പ്രാണികളൊക്കെ വന്ന് ആസ്വദിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള ശുദ്ധമായ വായു വീശി, ഈ സുഗന്ധമായ വായു അവിടെ ഇങ്ങനെ വീശി എല്ലാവർക്കും സൗഹാർദ്ദത്തെ ഉണ്ടാക്കി, സന്തോഷത്തെ ഉണ്ടാക്കി. സജ്ജനങ്ങളൊക്കെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സുഖഭാവം ഉണ്ടായി അർദ്ധരാത്രിക്ക്. അതുമാത്രമല്ല, ആകാശത്തിൽ ദിവ്യ പുഷ്പവൃക്ഷങ്ങളും ഗാനങ്ങളും നൃത്തങ്ങളും ഒക്കെ നടത്തി ദേവഗന്ധർവന്മാരൊക്കെ ഇങ്ങനെയുള്ള മംഗളമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിശീഥേ തമഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ. നിശീഥം അർദ്ധരാത്രിക്കാണ്. ഒരു ദിവസം അങ്ങോട്ടും മാറുന്ന ആ സമയത്തിനാണ് നിശീഥം എന്ന് പറയുന്നത്. കൃത്യം രാത്രി 12 മണിക്ക് മിനിറ്റുകളുണ്ടാവും കാലത്തിനനുസരിച്ച്. ആ കൃത്യ സമയത്താണ് ഭഗവാന്റെ ജനിച്ചത്. അങ്ങനെയുള്ള ആ നിശീഥ സമയത്ത് തമ ഉദ്ഭൂതേ, പെട്ടെന്ന് ആ സമയത്ത് ഇത്ര നേരം ഉണ്ടായിരുന്ന അവസ്ഥയല്ല ആകാശത്തിൽ കണ്ടത്. അവിടെ മേഘങ്ങളൊന്നങ്ങനെ തടിച്ചുകൂടി ഒരു മേഘഗർത്തൻ, ഒരു ഇടിമുഴക്കമൊക്കെ ഉണ്ടായി. കുറേശ്ശെ മഴയൊക്കെ പാലത്തിറങ്ങിയ ഒരു ഘട്ടമാണ് ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടായത്. അപ്പോൾ തമസ് ഇരുട്ട് കുറെ കൂടി കട്ടിയായി. ആ സമയത്താണ് ആ പ്രകാശം ലോകത്തിന് മുഴുവനും കൊടുക്കാൻ കഴിയുന്ന ആ മഹാപുരുഷന്റെ പ്രകാശം അവിടെ ഉണ്ടായത്, എന്നുണ്ടായി. ജായമാനേ ജനാർദ്ദനേ, ജനങ്ങൾ മുഴുവനും ജനിക്കണേ ജനിക്കണേ, കാരണം ഈ കംസന്റെ ദുർഭരണത്തിൽ കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്നു, ഒന്ന് വേഗത്തിൽ ജനിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ജനങ്ങൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടെയാണ് ഭഗവാൻ ആണേരാണ് ജനിച്ചത്. സമഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ
സർവ്വഹൃദയാന്തർഭാഗങ്ങളിലും സർവ്വജീവജാലങ്ങളുടെയും ഹൃദയാന്തർഭാഗത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷ്ണു, വിശ്വവ്യാപിയായ വിഷ്ണു ഈ സമയത്താണ് ആ കാരാഗൃഹത്തിൽ തൻ്റെ അമ്മയുടെ മുൻപിൽ, അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ ആവിർഭവിച്ചത്. ഈ സമയത്ത് ചന്ദ്രൻ കിഴക്കേ മലയുടെ മുകളിൽ പൂർണ്ണചന്ദ്രനായിട്ട് 16 കലകളോടുകൂടി അവിടെ ഉദിച്ചുയർന്നു. തൻ്റെ വംശത്തിലാണ് ഭഗവാന്റെ ജന്മം. അപ്പോൾ പൂർണ്ണ കലകളോടുകൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഉദിക്കുന്നത്, അഷ്ടമിയാണെങ്കിലും എന്ന ഭാവമാണ്. ഇങ്ങനെ എല്ലാം വളരെയധികം സഫലമായ സന്തോഷമായ ഘട്ടത്തിലാണ് ഇങ്ങനെ എന്നുണ്ടായത്. അതോടുകൂടി ഭഗവാന്റെ ഈ രൂപം കണ്ട് ദേവകി വസുദേവന്മാരെ സ്തുതിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ആ സ്തുതി, ആ മുൻപിലങ്ങനെ നിൽക്കുന്ന ഭഗവാന്റെ ഒരു വർണ്ണന, തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം. 3 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ അത്രയേ ഉള്ളൂ കണ്ടാൽ. ആ കുട്ടിയാണ് ചതുർഭുജനായി ശംഖചക്ര ഗദാപരങ്ങൾ ധരിച്ച് മേഘശ്യാമള കോമളനായ ദേഹകാന്തിയോടുകൂടി മഞ്ഞപ്പെട്ട് ധരിച്ച് ആ അതിമനോഹരമായ സ്വർണ്ണമാനങ്ങളും അരിഞ്ഞാണങ്ങളും ഒക്കെ ഇങ്ങനെ ധരിച്ച് വിശിഷ്ടമായ രത്നങ്ങളും സ്വർണ്ണങ്ങളും കൊണ്ടണിഞ്ഞ കിരീടം ധരിച്ചുകൊണ്ട് പരമസുന്ദരമായ മുഖത്തോടുകൂടി ആ പുഞ്ചിരിച്ചുകൊണ്ട് ദുഃഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദേവകീ ദേവന്മാരുടെ മുമ്പിൽ ആ കടക്കണ്ണ കൊണ്ട് അവിടെ കടാക്ഷിച്ചുകൊണ്ട്, എന്തിനാ ദുഃഖിക്കുന്നത് അച്ഛാ അമ്മേ, ഞാനില്ലേ നിങ്ങൾക്ക് എന്ന ഒരു അനുഗ്രഹ ബുദ്ധിയ ഭഗവാനിപ്പോൾ ഉണ്ടായത്. അതാണ് കാരുണ്യാകുര നേത്രം ആർദ്രഹസിതോല്ലാസം. ഇങ്ങനെയാണ് പുഞ്ചരിച്ചുകൊണ്ട് ആ കരുണാകടാക്ഷം കൊണ്ട് അവരെ അനുഗ്രഹിച്ച് അവരുടെ ദുഃഖം മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം അവിടെയാണ് ചെയ്തത്. 2 ആളും ഒക്കെ മറന്നു, ദേഹം പോലും മറന്നുകൊണ്ട് ആ സുന്ദരമായ സ്വരൂപത്തിലങ്ങനെ സർവ്വതും നോക്കി കണ്ടുകൊണ്ടങ്ങനെ നിൽക്കും. കുറച്ച് സമയം പെട്ടെന്ന് ഭഗവാന്റെ പ്രേരണയാണ്, ഇങ്ങനെ നിന്നാൽ പറ്റുമോ? സവിസ്മയോത്ഫുല്ല വിലോചനോഹരിം ആ ഉണ്ണിയെ കണ്ട് സന്തുഷ്ടനായ വസുദേവന് എന്താ ഇപ്പോൾ ഒരു ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു. ഉണ്ണിയുണ്ടായാൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത് ആവശ്യം. ആ ഉണ്ണിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യുക? ബന്ധനസ്ഥനാണ്, കൽത്തുറുങ്കിലാണ്. ഭഗവാൻ വിചാരിച്ചു, അദ്ദേഹം വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, മനസ്സുകൊണ്ട് ചെയ്യുന്നതിനെ പേടിക്കാനില്ലല്ലോ. അപ്പോൾ കുളിക്കണ്ടേ? കുളിച്ചു. സന്തോഷ സമുദ്രത്തിലങ്ങോട്ട് മുങ്ങി അദ്ദേഹം. എന്നിട്ട് മനസ്സുകൊണ്ട് 10,000 പശുക്കളെ മഹാവിശിഷ്ടന്മാരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതായിട്ട് അങ്ങ് സങ്കല്പിച്ചുകൊണ്ട് ആ ദാനം ധർമാദികൾ അനുഷ്ഠിച്ചു എന്നാ സങ്കല്പം. അങ്ങനെ പിന്നീട് ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. അത് കഴിഞ്ഞ് ദേവകി ദേവി ഭംഗിയായിട്ട് സ്തുതിച്ചു. ദേവകി ദേവി പറഞ്ഞു, മനുഷ്യൻ ലോകത്തിലെങ്ങും ഓടി നടക്കുകയാണ് മരണത്തിൽ നിന്ന് ഭയപ്പെട്ടിട്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴാണോ അവിടുത്തെ പാതകമരത്തിൽ ഭക്തി തുടങ്ങുന്നത്, അപ്പോൾ സ്വസ്ഥശയതേ മൃത്യുരസ്മാദഭൈരി, എപ്പോഴാണോ മരണഭയം എന്നുള്ള അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി പലദിക്കലും ഓടി നടന്നിട്ട് യാതൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എപ്പോഴാണോ ഈ ഉണ്ണികൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൽ അചഞ്ചലയായ വിശ്വാസവും ഭക്തിയും കൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ തുടങ്ങുന്നത്, അന്ന് മരണഭയത്തിൽ നിന്ന് ആ ജീവൻ മുക്തനാകുന്നു. അതിനുശേഷം ഭഗവാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വേഷം. പിന്നെ ദേവകി പറഞ്ഞു, ഈ അലൗകികമായ വേഷമൊന്ന് വേണ്ടാന്ന് വെച്ച് ലൗകികമായ വേഷത്തിൽ കണ്ടാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. കാരണം കംസൻ എന്താ ചെയ്യാൻ പോകുന്നത് നിശ്ചയമില്ല. അപ്പോഴാണ് ഭഗവാൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നത്, മുമ്പ് നിങ്ങൾ എന്നെ അതികഠിനമായ തപസ് കൊണ്ട് ആരാധിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം വന്ന് എന്നോട് മകനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് മുമ്പ് 2 പ്രാവശ്യം വൃശ്ചികഗർഭനായിട്ടും വാമനായിട്ട് ഞാൻ മുമ്പ് ജനിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ ജന്മമാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ മോക്ഷം വേണമെന്നതിനോട് ആവശ്യപ്പെടാത്തത് കൊണ്ട് മോക്ഷം തന്നില്ല. ഇത്തവണ നിങ്ങൾ മോക്ഷം വേണമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളെ ഈ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ആ പുനരാവർത്തത എന്ന ആ പദത്തിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ മാനുഷബാലവേഷം ധരിച്ചുകൊണ്ട് അവിടെ കിടന്നു. അത്രയല്ലേ. പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് ആ തൻ്റെ കരാരവിന്ദം കൊണ്ട് പദാരവിന്ദത്തെ
അങ്ങനെ പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുകയുണ്ട്. ഇത് കരഞ്ഞതൊന്നുമില്ല, വെള്ളുവിട്ടൊക്കെയായിട്ടാണ് കിടന്നത്. പിന്നീട് അവിടെ പിന്നെ എന്താ ഉണ്ടായത്? ഭഗവാൻ പറഞ്ഞു, ഈ വേഷം മാറുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, കംസനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ആ യശോദയുടെ ഗൃഹത്തിൽ കൊണ്ടുപോയി കിടത്തിക്കൊള്ളൂ. ഇപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ആയിക്കോളാം എന്ന് ആ അച്ഛനും അമ്മക്കും സമാധാനം ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ വേഷം മാറിയത്. അതുപോലെ ഭഗവത് പ്രചോദിതനായിട്ട് ആ കിടക്കുന്ന കുട്ടിയെ വേഗത്തിലെടുത്തു. ദുഃഖം വെള്ളത്രയുണ്ട് കേട്ടോ, എന്നാലും ഭഗവാന്റെ കൽപ്പനയല്ലേ വിചാരിച്ചുകൊണ്ട് എടുത്ത് ഒന്ന് നല്ലവണ്ണം ആ കണ്ണ് കൊണ്ടൊന്ന് നിരീക്ഷിച്ച് ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ദേവകി ആ കുട്ടിയെയും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടത്? ബന്ധനസ്ഥനാണ്. ഈ സർവബന്ധങ്ങളും മറക്കുന്ന ആ പരമബന്ധുവായ ഭഗവാൻ തൻ്റെ കയ്യിൽ വന്നപ്പോൾ ബന്ധങ്ങളൊക്കെ തന്നെത്താനെ അറ്റുപോയി. ചങ്ങലയൊക്കെ പൊട്ടി വാതിൽ തന്നെത്താനെ തുറന്നു. അകത്തെ പുറത്തേക്ക് കടക്കുമ്പോൾ ഇതാണ് മായയുടെ ആവശ്യം. എല്ലാം കൂർക്കം വിരിക്കുകയാണ് പാവക്കാരൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടി മെല്ലെ അദ്ദേഹം അങ്ങോട്ട് കടന്നു. ഈ സമയത്താണ് സാക്ഷാൽ ജഗൻ മായ ഭഗവാനെ കയ്യിലെടുത്തുകൊണ്ട് വസുദേവരെ എപ്പോഴും ഇവിടുന്ന് പുറപ്പെട്ടു പോകും. ഈ സമയത്താണ് മായ ഗോകുലത്തിൽ ജനിച്ചത്. എന്തിനാ മായ ജനിച്ചത്? ഭഗവാന്റെ കാര്യം ഇത് ഇപ്പോൾ തൽക്കാലത്തെ ഉദ്ദേശം ഇവിടെ ഇവരെല്ലാവരെയും ഇത് രഹസ്യമായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പിന്നെ നന്ദഗോപകുലേ ജാത യശോദാഗർഭസംഭവ എന്ന് ദേവി മഹാത്മ്യത്തിൽ കാണാം. ഞാൻ ഇങ്ങനെ ഒരവസരത്തിൽ ജനിക്കാൻ പോകുന്നുണ്ട്. 28ാമത്തെ ചതുരയുഗത്തിൽ, ദ്വാപരയുഗത്തിൽ ഞാൻ ജനിക്കാൻ പോകുന്നുണ്ടെന്ന് മുമ്പേ തന്നെ തീരുമാനിച്ചിട്ടൊരവസ്ഥയാണ്. ഇതിനെച്ചാൽ ഈ സുംഭനിസുംഭന്മാരെ ഒരു കൂട്ടരെ ആദ്യം നിഗ്രഹിച്ചു. അവരല്ലാത്ത വേറെ ഒരു സുംഭനിസുംഭന്മാരെ അന്ന് ഈ ലോകത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് മായ ഈ അവതാരം ചെയ്തത്. എന്നിട്ടാണ് ആ ദേവി ഇവിടെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇവിടെ ഈ അവതാരം കൊണ്ടത്. ഈ അവതാരം അതിന് മാത്രം മതിയോ? പോരാ. കാരണം സച്ചിദാനന്ദ ബ്രഹ്മമാണ് ഇവിടെ വസുദേവരുടെ മകനായിട്ട് ജനിച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവ്വലീലകൾക്കും പരമപ്രധാനമായ കാരണം ആവുന്നത് ഈ മഹാമായ മൂലമാണ്. ഈ ബ്രഹ്മത്തിന് എന്ത് പ്രവർത്തനങ്ങൾ ലോകത്തിൽ നടത്തണമെങ്കിലും ഈ മായയുടെ കാരുണ്യം സഹായം കൂടാണ്ട് ആവില്ല എന്ന് ആവശ്യമുള്ളത്. അതാണ് പ്രകൃതി പുരുഷന്മാരുടെ ആ സമ്മേളനം കൊണ്ടല്ലാതെ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതു. ഇതാണ് അതിൻ്റെ തത്വം. ആ ശിവനായ ബ്രഹ്മം ആ ശക്തി രൂപിണിയായ മൂലപ്രകൃതിയുടെ ചർച്ച കൊണ്ടാണ് ഈ പ്രപഞ്ച കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്. അതുകൊണ്ട് ആ ശക്തി രൂപിണിയായ ദേവിയെ വിളിച്ചു വരുത്തി അവിടെ ചെന്ന് ജനിക്കൂ, പല കാര്യങ്ങളും കൊണ്ട് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് അവിടെ ജനിക്കൂ എന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ഉപാധിയിൽ കൂടി മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ആ ഉപാധിയാണ് മൂലപ്രകൃതിയായ ദേവി. കറണ്ട് ഉണ്ടെങ്കിലും അത് കത്തണമെങ്കിൽ അതിന് ചില ഉപാധികളുണ്ട്. ബൾബ് മുതലായ ഫാൻ ഇതൊക്കെ വേണം അതിൻ്റെ പ്രകാശം, അതിൻ്റെ ആവശ്യം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ. അതുപോലെ ഈ സർവേശ്വരനായ ബ്രഹ്മത്തിന് ഒരു ഉപാധിയായിട്ടാണ് മൂലപ്രകൃതിയെ വെച്ചിരിക്കുന്നത്. ഉപാധിയിൽ കൂടി മാത്രമേ ഈ പ്രപഞ്ചം പ്രകാശിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ്. അതാണ് പ്രധാനമായ ഉദ്ദേശം. അങ്ങനെ ആ ഭഗവാൻ ആ ദേവി അവിടെ ജനിച്ചു. ആ ജനിച്ചപ്പോൾ തന്നെ ഇവിടെ എന്തായി തീർന്നു? എല്ലാവരും ഉറക്കത്തിലെ, ആരും അറിയില്ല ഇപ്പോൾ. അങ്ങനെ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. വസുദേവന് ധൈര്യമോഹം. എന്താ ധൈര്യം ഉണ്ടെങ്കിലും ഇതൊക്കെ അറിയോ? പേടിയൊക്കെട്ടുള്ളത്. എന്നാൽ ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ലല്ലോ, മനുഷ്യനല്ലേ. വഴിക്കാണെങ്കിൽ ഒരു വലിയ പുഴ, കൂരിരുട്ട്, മഴ പെയ്യുന്ന ശബ്ദം കേൾക്കാനുണ്ട്. വഴിയിരുട്ടാണ്, എങ്ങനെയാണ് പോകേണ്ടത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രകാശം കിട്ടി. ഒരു വെളിച്ചം മുൻപിൽ അങ്ങനെ നീണ്ടു കണ്ടു. എന്താ വെളിച്ചം? മഴ പെയ്യുന്ന ശബ്ദമേ ഉള്ളൂ, മറ്റല്ലാതെ മഴ പൊള്ളുന്നില്ല. എന്താ കാരണം അറിയോ? ആദിശേഷൻ ഈ വസുദേവരുടെ പിന്നിൽ വന്ന് നിന്ന് തൻ്റെ ആ പണം കൊണ്ട് ഇദ്ദേഹത്തെയും ആ ഉണ്ണിയെയും മഴ കൊള്ളാതെ രക്ഷിക്കുകയും തൻ്റെ പണത്തിലുള്ള രത്നപ്രകാശം കൊണ്ട് ആ മാർഗം മുഴുവനും തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വസുദേവൻ ഇതൊന്നും അറിയില്ല. കുട്ടിയും എടുത്ത് അങ്ങനെ മുമ്പിൽ ചെന്നു. കാളിന്തിയുടെ തീരത്തിലെത്തിയപ്പോൾ കാളിന്തി അങ്ങനെ കുലം കുത്തി ഒഴുകുകയാണ്. ആ
ഉലം കുത്തി ഒഴുകുന്നതായ കാളിന്തിയെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്നതാ വഴി മാറിക്കൊടുത്തു എന്നാണ്. എന്താ കാരണം? പണ്ട് സമുദ്രം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭർത്താവായ സമുദ്രം പറഞ്ഞിട്ടുണ്ട്, രാമാവതാര കാലത്ത് വഴി കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് അന്ന് രാമചന്ദ്രൻ എന്നെ വറ്റിച്ച് കളയെന്ന് പറഞ്ഞിട്ട് അഗ്നയാസ്ത്രം ഭാവിച്ചത് എന്ന കഥ. അത് കേട്ട് ഭയപ്പെട്ടിട്ട് ഈ വരുന്ന ആൾ അതേ രാമചന്ദ്രൻ തന്നെ വേറെ രൂപത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിയ കാളിന്തി വേഗം വഴി മാറി കൊടുത്തു എന്നാണ്. ആ വഴിയിൽ കൂടി ഇറങ്ങി ആ കാളിന്തി കടന്ന് മറുകരയിലെത്തി. അവിടെ ചെന്നപ്പോൾ എന്താ കഥ? നന്ദഗോപരുടെ ഗൃഹത്തിലൊക്കെ എല്ലാവരും ഉറക്കാണ്. ഒരാൾ മാത്രം മുമ്പിൽ ഇങ്ങനെ നിന്ന് നക്ഷത്രം നോക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഗർഗഭാഗവതത്തിൽ അങ്ങനെ ചില കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഭയപ്പെട്ട വസുദേവരെ മെല്ലെ കാലിൽ വെച്ച കേൾക്കാതെ മെല്ലെ 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 ചെന്നു. ഈ നക്ഷത്രം നോക്കുന്ന ആൾ അവിടെ ഉറങ്ങിപ്പോയിരിക്കുന്നത് വസുദേവരറിയില്ല. അങ്ങനെ കടന്ന് ആ ഗൃഹത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ അനേകം മുറികളുണ്ട്. ഒരു മുറിയിൽ ഭദ്രദീപം കത്തുന്നുണ്ടായിട്ട് അത് വെളിച്ചം കണ്ടു. നേരെ ചെന്ന് അവിടെ ചെന്നപ്പോൾ യശോദാദേവി പ്രസവിച്ച ക്ഷീണത്തിൽ ഉറങ്ങുകയും അടുത്ത് തന്നെ കുട്ടി എന്താണെന്ന് നോക്കാൻ വേണ്ടി തലയിങ്ങനെ താഴ്ത്തി പിടിച്ച ഒരു വൃദ്ധ സ്ത്രീ അതേ നിലക്ക് അവിടെയും ഉറങ്ങിപ്പോയിരിക്കുന്നു. ഒന്നും അറിയില്ല. ഇതാണ് സ്ഥിതി. വസുദേവരെ വളരെ സാവധാനത്തിൽ ആ യശോദയുടെ സമീപത്ത് കിടക്കുന്ന ആ തങ്കക്കട്ടയെ ഇങ്ങോട്ട് ലേശം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ മരതകമണി കുട്ടനെ അവിടെ ചെയ്യിപ്പിച്ച് മെല്ലെ മെല്ലെ ആ കുട്ടിയെയും എടുത്തുകൊണ്ട് പിന്നാക്കം നടന്ന് പുറത്തേക്ക് കിടന്നു. എന്നിട്ടൊന്നങ്ങനെ നോക്കി, ഇനി എന്നാണാവോ കാണാൻ എനിക്ക് ഉണ്ടാവുക എന്ന നിശ്ചയമില്ലാത്ത ഭാവത്തോട് കൂടിയിട്ട് ഒന്നങ്ങനെ നോക്കിയിട്ട് തിരിച്ച് ദേവകിയുടെ ആ കൽത്തൊടുങ്കിലേക്ക് തന്നെ പോയ വഴിയിൽ കൂടി തന്നെ തിരിച്ചു വന്നു. ആ സമയത്ത് ആ ദേവി, ആ പ്രതീക്ഷാനിർഭരയായിട്ടിരിക്കുന്ന ആ ദേവിയുടെ കയ്യിൽ ആ ദേവി സാക്ഷാൽ ജഗദംബികയെ സമർപ്പിച്ചു. എന്നിട്ട് അങ്ങനെ നോക്കി നിന്നു. ആ ദേവകി ആ കുട്ടിയുടെ ഒരു മനോഹരമായ ഭാവം കണ്ടിട്ട്, ആ സൗന്ദര്യം കണ്ട് സന്തുഷ്ടയായി, ഇതിനെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ആ ഭാവത്തോടു കൂടി ആ ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ മുഖത്ത് ഒന്ന് സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ പൂർവ്വസ്ഥിതിയിൽ തന്നെയായി. ചങ്ങലയും വാതിലടക്കലൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ആ സർവേശ്വരിയായ ജഗദംബിയെ കയ്യിൽ ധരിച്ചുകൊണ്ട് സർവ്വദുഃഖങ്ങൾക്കും നാശം ചെയ്യുന്ന, അതായത് ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന ആ ജഗദംബിയെ കയ്യിൽ എടുത്തുകൊണ്ട് ആ ദുഃഖശമനത്തിനായിക്കൊണ്ട് ആ ദേവിയുടെ ആ ചെറിയ കൊച്ചുകുട്ടിയുടെ പാതാരബിന്ദത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേവകിയുടെ നിൽക്കുമ്പോഴാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ ആരംഭിക്കാം. ഇന്നത്തെ ദിവസം ഭഗവാന്റെ ഈ അവതാരം ഭംഗിയാക്കി തന്നത് ഈ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. തൻ്റെ അവതാര കഥ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരാരുണ്ടാവുക? ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. ആ ഉണ്ണികൃഷ്ണൻ സശ്രദ്ധം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ ഈ ഭാവങ്ങളൊക്കെ, ഈ പറഞ്ഞതിലൊക്കെ വളരെ തെറ്റുകളും ഒക്കെ ഉണ്ടാവും. എങ്കിലും ആ കാരുണ്യം കൊണ്ട് അതൊക്കെ ക്ഷമിച്ച് നമ്മുടെ എല്ലാവരുടെയും ഹൃദയാന്തർഭാഗത്തിൽ ആ ഉണ്ണികൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൽ ഭക്തി ഉണ്ടാവാനും, അതുപോലെ ഈ സർവ്വവിധ മായാബന്ധങ്ങളിൽ നിന്നും വിടർത്തി ആ മായയുടെ സഹായത്തോടുകൂടി, സർവൈശ്വര്യായ ആ ജഗദംബികയുടെ സഹായത്തോടുകൂടി ഈ ലോകത്തിൽ നമുക്കും ആ അംബികയുടെയും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാതാരവിന്ദത്തിൽ അചഞ്ചലമായ ഭക്തി വിശ്വാസങ്ങൾ ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ കഥാഭാഗം പ്രഭാഷണം ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ. നാളെ 5-ാം ദിവസമാണ് ഭഗവാന്റെ കല്യാണം. വൈകുന്നേരം ഇതുപോലെ അതിന് വേണ്ട അതായത് എന്തൊക്കെയാണോ അത് നന്നാക്കാൻ അവരവരെ കൊണ്ട് കഴിയാച്ചാൽ അതൊക്കെ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. നിറപ്പറ വെക്കുക.